മീസാൻ കല്ലിനും ചിലത് പറയാനുണ്ട്. രചന ഷജീർ മണ്ണൂരയിൽ. ശബ്ദം അഫ്ലർ കോട്ടക്കൽ. പള്ളിക്കാട്ടിലെ 6 അടി മണ്ണിൽ മറവ് ചെയ്ത് അവസാനത്തെ പ്രാർത്ഥനയും കഴിഞ്ഞ് യാത്ര പറഞ്ഞ് ഉറ്റവർ ഓരോരുത്തരായി മടങ്ങിപ്പോകുമ്പോൾ അവസാനം ആ കബറാളിക്ക് കൂട്ടായി ഞാൻ മാത്രം ബാക്കിയാവുന്നു. കണ്ണുനീരോടെ മടങ്ങിപ്പോയവരെ കുറിച്ച് എന്നോട് പലപ്പോഴും സങ്കടം പറയാറുണ്ട്. പലരും ജീവിച്ചിരിക്കുമ്പോൾ തിരിഞ്ഞു നോക്കാത്തവരായിരിക്കാം, കുറ്റപ്പെടുത്തിയവരായിരിക്കാം. പള്ളിക്കാട്ടിൽ ഒറ്റപ്പെട്ട ആദ്യത്തെ ദിവസം കബറിനുള്ളിൽ നിന്നും ആർത്തട്ടഹസിക്കുന്ന ചില ശബ്ദങ്ങൾ കേട്ട് ഞാൻ പോലും ഭയപ്പെടാറുണ്ട്. രാത്രിയുടെ യാമങ്ങളെക്കാൾ കബറിനുള്ളിലെ ഏകാന്തത വല്ലാത്തൊരു ഭയപ്പെടുത്തലാണ്. പള്ളിമിനാരങ്ങളിലൂടെ ഓരോ നേരത്തെ ബാങ്കൊലി മുഴങ്ങുമ്പോൾ ഉറ്റവരെ കാത്തുകിടക്കുന്ന കബറാളിയെ എനിക്ക് കാണാം. ഓരോ നിസ്കാരവും കഴിഞ്ഞ് പള്ളിക്കാടിനടുത്തുകൂടി മടങ്ങിപ്പോകുന്ന കാൽപ്പാടുകളുടെ ശബ്ദം എൻ്റെ ആരെങ്കിലുമാണോ എന്ന് അവർ പ്രതീക്ഷിക്കാറുണ്ട്. ജീവിച്ചു പോയ ഭൂതകാലത്തിൻ്റെ സ്മരണകളിൽ ആർക്കൊക്കെയോ വേണ്ടി കളഞ്ഞിട്ട് പോയ യൗവനവും കൗമാരവും വാർദ്ധക്യവുമെല്ലാം തനിക്ക് വേണ്ടി ഒന്നും നേടാൻ കഴിയാത്തതിൻ്റെ സങ്കടങ്ങൾ ഒഴുക്കിക്കളയാറുണ്ട്. ഒരു വെള്ളിയാഴ്ചയെങ്കിലും തേടി വരുന്ന കാലടി ശബ്ദങ്ങളെ കാതോർത്തിരിക്കുന്ന പാവം കബറാളിയെ ഞാൻ സങ്കടത്തോടുകൂടി ആശ്വസിപ്പിക്കാറുണ്ട്. കാടുപിടിച്ചു കിടക്കുന്ന മൈലാഞ്ചിച്ചെടികളുടെയും കഴുത്തോളം വളർന്നു നിൽക്കുന്ന പുല്ലുകളെയും വകഞ്ഞുമാറ്റി ആരെങ്കിലും ഒന്ന് കടന്നു വരുമ്പോൾ ആ കാൽപെരുമാറ്റം കേൾക്കുമ്പോൾ എത്രയെത്ര റൂഹാനികളാണ് എനിക്കു വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ തൻ്റെ മക്കൾ ആരെങ്കിലും ആയിരിക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നത്. ഞാൻ ഈ സങ്കടങ്ങളുടെയൊക്കെ കാവൽക്കാരനായി നിൽക്കുമ്പോഴും ചില പാതിരാവിൽ സ്നേഹത്തിൻ്റെ മാലാഖക്കൂട്ടങ്ങൾ ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു വിസ്മയിക്കാറുണ്ട്. അത് കണ്ട് ആനന്ദിക്കുന്ന കബറാളികളുടെ ആഹ്ലാദങ്ങളും ചിരികളും ഞാൻ കേൾക്കാറുണ്ട്. സുബഹി ബാങ്കിന്റെ നേരം വരെയും അവരവിടെ ചുറ്റി നടക്കാറുണ്ട്. പലപ്പോഴും എൻ്റെ കാഴ്ചകൾ എനിക്ക് തന്നെ വിശ്വസിക്കാൻ കഴിയാതായിട്ടുണ്ട്. എനിക്ക് സംസാരിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ നിങ്ങളോട് അവരുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും പറയാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. നാളൊരു പക്ഷേ നിങ്ങളും ഇവിടെ ഒറ്റപ്പെട്ട് എന്നോടൊപ്പം കഴിയേണ്ടി വരുന്നവരാണ്. അന്നും നിങ്ങൾക്ക് കൂട്ടായി ഞാനുണ്ടാവും, നിങ്ങളുടെ സങ്കടങ്ങൾ കേൾക്കാനായി.